ഇന്ന് ഹാശാത്തിങ്കളാഴ്ച. സുവിശേഷം വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 21 അധ്യായം 23 മുതൽ 27 വരെ തിരുവചനങ്ങൾ. പ്രധാന പുരോഹിതന്മാരും ജനപ്രമാണികളും ഈശോയോട് ചോദിക്കുകയാണ്, അവനെ കുരുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട്, എന്ത് അധികാരത്താലാണ് നീ ഇവയൊക്കെ ചെയ്യുന്നത്? ആത്മാർത്ഥമായ ഒരു ചോദ്യമല്ല, അടഞ്ഞ ഹൃദയത്തിൽ നിന്നുള്ള ഒരു ചോദ്യമാണിത്. സത്യാന്വേഷണമല്ല, മറിച്ച് തങ്ങളുടെ അധികാരവും സ്ഥാനവുമൊക്കെ സംരക്ഷിക്കാനുള്ള തീവ്രമായ ശ്രമമാണ്. ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്നതിനേക്കാൾ തങ്ങളുടെ പ്രശസ്തിയെ ശ്രദ്ധിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യം. ഈ കഷ്ടാനുഭവ ആഴ്ചയിൽ ഈ വചനം നമ്മോട് സംസാരിക്കുന്നു. ഈ മനുഷ്യരെ പോലെ നാമും പലപ്പോഴും ദൈവത്തെ ചോദ്യം ചെയ്യുന്നവരാണ്. ഈ ചോദ്യങ്ങൾ വിശ്വാസത്തിൽ വളരാൻ ഉദ്ദേശിച്ചുള്ള ചോദ്യങ്ങളല്ല, മറിച്ച് കീഴടങ്ങാൻ നാം പാടുപെടുന്നത് കൊണ്ട് നമ്മിൽ നിന്നുരുത്തിരിയുന്ന ചോദ്യങ്ങളാണ്. നമ്മുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് ദൈവം പ്രവർത്തിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നു. വ്യക്തമായ ഉത്തരങ്ങളും ഉടനടിയുള്ള പരിഹാരങ്ങളും സുഖകരമായ വഴികളുമാണ് നമുക്കെപ്പോഴും വേണ്ടത്. ദൈവത്തിൻ്റെ വഴികൾ നമ്മെ വെല്ലുവിളിക്കുന്നതിനാൽ അത് പിൻചെല്ലാൻ പലപ്പോഴും നാം മടി കാണിക്കുന്നു. സുവിശേഷ ഭാഗത്തിലെ മതനേതാക്കന്മാരെ പോലെ സത്യത്തെ പിൻചെല്ലാൻ പലപ്പോഴും നമുക്ക് താല്പര്യമില്ല. കാരണം അത് ചില മാറ്റങ്ങളിലേക്ക് നമ്മെ ക്ഷണിക്കും. ഈശോയുടെ അധികാരം പിതാവുമായുള്ള ആഴത്തിലുള്ള ഐക്യത്തിൽ നിന്നാണ്. അത് ബലപ്രയോഗത്തിലൂടെയോ വാദപ്രതിവാദത്തിലൂടെയല്ല, പിന്നെയോ സ്നേഹം, വിനയം, അനുസരണം എന്നിവയിലൂടെയാണ് ഈശോ തൻ്റെ അധികാരം വെളിപ്പെടുത്തുന്നത്. ഈ കഷ്ടാനുഭവ ആഴ്ചയിൽ നാം കാണുന്നത് ഈ അധികാരത്തിൻ്റെ വെളിപ്പെടുത്തലാണ്. വിനയാന്വിതമായ ശുശ്രൂഷയിലൂടെ, വലിയ ത്യാഗത്തിലൂടെ, കുരിശിലൂടെയൊക്കെ ഈ അധികാരത്തിൻ്റെ യഥാർത്ഥ അർത്ഥം എന്ത് എന്ന് ഈശോ നമുക്ക് കാണിച്ചു തരികയാണ്. ലോകം അധികാരത്തെ വികലമായി മനസ്സിലാക്കുമ്പോൾ യഥാർത്ഥ അധികാരം സ്നേഹിക്കാനും ക്ഷമിക്കാനും പൂർണ്ണമായി സ്വയം നൽകാനുമുള്ള ഒരു ശക്തിയാണെന്ന് ഈശോ കാണിച്ചു തരുന്നു. അഹങ്കാരത്തിനും ഭയത്തിനും സംശയങ്ങൾക്കുമൊക്കെ അതീതമായി നീങ്ങാൻ ഈ കഷ്ടാനുഭവ ആഴ്ച നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. നമ്മുടെ ഹൃദയങ്ങൾ ക്രിസ്തുവിൻ്റെ മുൻപിൽ തുറക്കാം. നമ്മെ നയിക്കാൻ ഈശോയെ അനുവദിക്കാം. വിശ്വാസമെന്നാൽ എല്ലാ ഉത്തരങ്ങളും ഉണ്ടായിരിക്കുക എന്നല്ല, പിന്നെയോ നമ്മെ നയിക്കുന്നവനെ പൂർണ്ണമായി വിശ്വസിക്കുക എന്നതാണ്. ക്രിസ്തുവിൻ്റെ അധികാരത്തിന് നാം കീഴടങ്ങുമ്പോൾ നമുക്ക് യഥാർത്ഥ സമാധാനവും സ്വാതന്ത്ര്യവും കണ്ടെത്താനാകും. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ അധികാരം തിരിച്ചറിയാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ്റെ സ്വരത്തിന് എപ്പോഴും കാതോർക്കുന്നവരാകാം. എളിമയോടും വിശ്വാസത്തോടും അവനെ അടുത്തനുഗമിക്കാം. ഈ വിശുദ്ധ വാരത്തിലൂടെ നാം അവനോടൊപ്പം നടക്കുമ്പോൾ അവൻ്റെ പീഡാനുഭവത്തിൽ നിന്നും പുനരുത്ഥാനത്തിൽ നിന്നും ഒഴുകുന്ന ആ പുതിയ ജീവിതത്തിൽ പങ്കുചേരുന്നതിന് നമ്മുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ നമുക്ക് ഈശോയെ അനുവദിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.